ഓട്ടോറിക്ഷയിൽ 2.7 കോടി രൂപ കടത്തിയ സംഭവത്തിൽ വിശദമായ അന്വേഷണത്തിലേക്ക് കടന്ന് പോലീസ്. അന്വേഷണം പൂർത്തിയാക്കി ആദായ നികുതി വകുപ്പിന് റിപ്പോർട്ട് നൽകും. പണത്തിന്റെ ഉറവിടം സംബന്ധിച്ച രേഖകൾ ഉണ്ടെന്നായിരുന്നു പണം കൊടുത്തുവിട്ട വ്യവസായി രാജ മുഹമ്മദിന്റെ മൊഴി. വിവരങ്ങളുമായി കിരൺ കുമാർ ചേരുന്നു. കിരൺ, ഈ ഓട്ടോറിക്ഷയിൽ 2.5 കോടിക്ക് മേൽ തുക കണ്ടെത്തിയ സംഭവത്തിൽ എന്നാൽ ആ പണത്തിന് കൃത്യമായ രേഖകളുണ്ട് എന്നാണ് ഇത് കൊടുത്തുവിട്ട വ്യവസായി പറയുന്നത്. പക്ഷേ ഇപ്പോൾ നിലവിൽ പോലീസ് ഏത് രീതിയിലുള്ള അന്വേഷണമാണ് നടത്തുന്നത്? രോഹിണി, കഴിഞ്ഞ ശനിയാഴ്ച ഡീഹണ്ടിന്റെ ഭാഗമായിട്ടുള്ള പോലീസിന്റെ പതിവ് പരിശോധനയ്ക്കിടെ ഐലൻഡ് റോട്ടിൽ നിന്നും നിർത്തിയിട്ട ഓട്ടോറിക്ഷയിൽ നിന്ന് ഈ 2,70,00,000 രൂപ പിടികൂടിയത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ പോലീസ് ഇതിൽ കൂടുതലായിട്ടുള്ള അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുന്നത്. നേരത്തെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ ഓട്ടോറിക്ഷയിൽ അന്ന് ഈ പണവുമായി കടന്ന് പോകാൻ ശ്രമിച്ച ബീഹാർ സ്വദേശിയെ പോലീസ് പിടികൂടുകയും പിന്നീട് വിശദമായി ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. അയാൾ പറഞ്ഞിരുന്നത് എറണാകുളത്തുള്ളൊരു വ്യാപാരി തൻ്റെ കയ്യിൽ തന്നുവിട്ടതാണ് ഈ പണം എന്നുള്ളൊരു കാര്യമായിരുന്നു. പിന്നീട് ഈ വ്യാപാരിയെ കണ്ടെത്തുകയും ഇയാളിൽ നിന്നും മൊഴിയെടുക്കുകയും ചെയ്തിരുന്നു. എറണാകുളം മാർക്കറ്റിലെ വ്യാപാരിയായിട്ടുള്ള രാജ മുഹമ്മദാണ് ഈ പണത്തിൻ്റെ ഉടമസ്ഥൻ എന്നുള്ളൊരു അവകാശവാദം ഉന്നയിച്ച് വന്നിരിക്കുന്നത്. തനിക്ക് എറണാകുളം മാർക്കറ്റിൽ ഒരു കെട്ടിടം വാടകയ്ക്ക് എടുത്തിട്ടുണ്ട്. ഈ കെട്ടിടത്തിൻ്റെ നവീകരണത്തിനായിട്ടാണ് ഈ പണം കൊടുത്തുവിട്ടത് എന്നായിരുന്നു ഇയാൾ പോലീസിനോട് പറഞ്ഞത്. ഈ പണത്തിൻ്റെ സോഴ്സായിട്ട് അയാൾ വ്യക്തമാക്കിയത് കൈവശമുണ്ടായിരുന്ന പണവും ഒപ്പം തന്നെ തമിഴ്നാട്ടിലെ ഭൂമി വിറ്റതുമായിട്ട് ലഭിച്ചിട്ടുള്ള പണവും. ഈ പണമാണ് ഈ 2 കോടിയിലധികം വരുന്ന രൂപ എന്നുള്ളൊരു കാര്യമായിരുന്നു ഇദ്ദേഹം പറഞ്ഞിരുന്നത്. ഈ കാര്യങ്ങളിലൊക്കെ തന്നെയാണ് പോലീസിൻ്റെ അന്വേഷണം കൂടുതലായിട്ട് കടക്കുന്നത്. പ്രധാനമായിട്ടും ഇതിലേതെങ്കിലും തരത്തിലുള്ള ഹവാല ഇടപാടുകൾ ഉണ്ടായിട്ടുണ്ടോ, മാത്രവുമല്ല ഈ പണം ഈ ഭൂമി വിറ്റതാണ് എന്നടക്കം പറയുമ്പോൾ ഈ കാര്യത്തിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു കണക്ക് ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള നീക്കം പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ഈ പണം പിടിച്ചതിന് തൊട്ടു പിന്നാലെ തന്നെ ആരും തന്നെ ഇതിന് ഉടമസ്ഥാവകാശം പറഞ്ഞുകൊണ്ട് വ്യക്തമാക്കിക്കൊണ്ട് വന്നിരുന്നില്ല. ഏകദേശം മണിക്കൂറുകളോളം ഇത് പോലീസ് പിടികൂടി അതിൻ്റെ നടപടികളിലേക്ക് കടക്കുമ്പോഴൊന്നും തന്നെ ഇതിൻ്റെ അവകാശികളായിട്ട് ആരും വരാതിരുന്നത് വലിയ രീതിയിൽ തന്നെ ഒരു ദുരൂഹത ഉയർത്തിയിരുന്നതാണ്. പോലീസ് തന്നെ ഈ കാര്യത്തിൽ വലിയ സംശയങ്ങളും ആ സമയത്ത് പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ പിന്നീടാണ് താനാണ് ഇതിൻ്റെ ഉടമസ്ഥൻ എന്നുള്ള അവകാശം ഉന്നയിച്ചുകൊണ്ട് ഈ രാജ മുഹമ്മദ് രംഗത്ത് വരുന്നത്. ഏതായാലും ഇയാളുടെ ഈ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച് തന്നെയാണ് പ്രധാനമായിട്ടും അന്വേഷണം നടക്കുക. അതോടൊപ്പം തന്നെ ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഏതായാലും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിനും ഈ കാര്യം പോലീസ് കൈമാറും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സാധാരണ ഇത്തരം കേസുകളിലെല്ലാം തന്നെ IT ഡിപ്പാർട്ട്മെൻറ്റ് ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ പോലീസിനോട് തേടാറുണ്ട്. ഈ ഒരു സ്വാഭാവിക നടപടിയുടെ ഭാഗമായിട്ട് തന്നെയാണ് പോലീസ് ഇപ്പോൾ റിപ്പോർട്ട് നൽകാനായിട്ട് ഒരുങ്ങുന്നത്. രോഹിണി. ശരി, കിരൺ കുമാറാണ് വിവരങ്ങൾ നൽകിയത്.